നമസ്കാരം, പിശുക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രൊഫഷണൽ ഫാഷൻ ഫോട്ടോഗ്രാഫറായ ശിവപ്രസാദാണ്. എൻ്റെ പേര് ശിവപ്രസാദ്. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ സ്റ്റുഡിയോ വരുന്നത് തൃക്കാക്കര. സ്റ്റുഡിയോയുടെ പേര് സ്നാപ്ഷോട്ട്. ആക്ച്വലി ഞാൻ ശരിക്കും ഒരു ചിത്രകല അധ്യാപകനായിരുന്നു. ഫൈൻ ആർട്ടായിരുന്നു എൻ്റെ വിഷയം. അതാണ് പഠിച്ചതും. അതിനുശേഷം ഫോട്ടോഗ്രാഫിയിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഫാഷൻ ഫോട്ടോഗ്രാഫി പഠിച്ചു. ഡൽഹി ഫാഷൻ ഫോട്ടോഗ്രാഫി കോളേജിലായിരുന്നു. അത് പഠിച്ചതിന് ശേഷമാണ് ഫുൾ ടൈം ഫോട്ടോഗ്രാഫറായിട്ട് ഒരു പ്രൊഫഷണൽ ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് ഇറങ്ങിയത്. നമ്മളൊരു ചിത്രം വരച്ച് പൂർത്തിയാക്കുന്നതിൻ്റെ 10-1 നിമിഷം മതി നമുക്കൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടൊരു ചിത്രം പകർത്തിയെടുക്കുന്നതിൻ്റെ ആ ടെക്നിക്ക്, അതിനോടുള്ള ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് കൂടുതലായിട്ട് വന്നത്. തുടക്കത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് ശേഖരിച്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചിത്രകലയിൽ നിന്നാണ്. ചിത്രകലയിൽ നിന്നും പോർട്രേറ്റും അങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളും എല്ലാം ചെയ്ത് അതിൽ നിന്നുള്ള ഒരു വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ട ക്യാമറയും മറ്റുപകരണങ്ങളും വാങ്ങിച്ചത്. സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കിയത് ഒരുപാട് നാൾ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്റ്റുഡിയോ വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഒരു സ്റ്റുഡിയോയിലേക്ക് മാറാനുള്ള തീരുമാനം എടുത്തത്. ഇപ്പോൾ ഒരു സ്റ്റുഡിയോ, സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ റൺ ചെയ്യുന്നു. ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ള ചലഞ്ച് ഫ്രീലാൻസായിട്ട് നടക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സാണ്. ഒരു ഫ്രീലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഫ്രീലാൻസായിട്ട് തന്നെയാണ് ഈ മേഖലയിലേക്ക് വന്നത്. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഉള്ളവർക്ക് വർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഔട്ട്പുട്ട് കറക്റ്റ് സമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡിയോ, ഒരു ഓഫീസോ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കുകൾ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും അവർ ഡെലിവറി ചെയ്യുന്നത്. അതൊരു ട്രെൻഡല്ലേ. ആൽബം എടുക്കണമെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ക്യാമറ തന്നെ ഉപയോഗിച്ചാലാണ് കിട്ടുള്ളൂ. മറ്റേത് അമേച്ചർ ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. ഏതൊരു വ്യക്തിക്ക് നോക്കി അറിയാൻ പറ്റും. അത് നമ്മളെ ബാധിക്കൊന്നുമില്ല. കസ്റ്റമറിന് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അവരൊരു കഴിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിലെടുത്തതുകൊണ്ട് കാര്യമില്ല. പ്രൊഫഷണൽ ക്യാമറ തന്നെ എടുത്ത് പ്രൊഫഷണൽ ആളെ തന്നെ ഏൽപ്പിക്കണം. എന്നാലേ അതിൻ്റെ ഔട്ട്പുട്ട് വേണ്ട രീതിയിൽ കിട്ടുള്ളൂ. ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക. അവർ എന്താണ് ഈ ഫീൽഡ്, അതെന്തിനാണ് ചെയ്യുന്നത്, അത് എത്രമാത്രം പഠിച്ചിട്ട് വേണം ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ എന്നുള്ളത് നല്ലൊരു തീരുമാനത്തിലെടുത്തിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങാം. ഒരു കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഫീൽഡ് മോശം ആക്കരുത്. ഇതിലെന്താ പ്രശ്നം എന്നറിയാമോ? ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമേച്ചർ ഫോട്ടോഗ്രാഫർ എടുക്കും. ഒരു എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവൻ എഡിറ്റ് ചെയ്തത് മനോഹരമാകും. അതൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കഴിവായിട്ട് പറയാൻ പറ്റില്ല. അതൊരു എഡിറ്ററിൻ്റെ കഴിവ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 99% ഫോട്ടോഗ്രാഫറും ഒരു എഡിറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. വളരെ കുറഞ്ഞ ഒരാൾക്ക് കുറച്ച് വിഭാഗം മാത്രമേ എഡിറ്റർ കം ഫോട്ടോഗ്രാഫർ ഉള്ളൂ. അത് ഒരു ബാഡ് ഇത് തന്നെയാണ്. കാരണം ഒരു എഡിറ്റ് ചെയ്യണ ഒരാൾക്കാണ് അതിൻ്റെ 100% കഴിവും പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ലഭ്യമാവുന്ന സേവനങ്ങൾ ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഉണ്ട്, പോർട്ട്ഫോളിയോ, മോഡലിംഗ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫാഷൻ. മെയിൻലി ഫാഷൻ ഫോട്ടോഗ്രാഫിക്ക് പുതിയ അപ്കമ്മിങ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ആഡിലേക്ക് വരാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് അവർക്കൊരു പുതിയ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വെഡ്ഡിങ്ങും മറ്റു വർക്കുകളും മറ്റ് ഇവൻറ്റിൻ്റെ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. നേരിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ലൈഫിൽ ഞാൻ പണവുമായി ബന്ധപ്പെട്ട പഠിച്ച കാര്യം, നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഒരുപാട് നടത്തിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. കറക്റ്റ് സമയത്ത് ആ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് പണമിടപാടുകൾ തീർക്കുക. ഏതൊരു ഫീൽഡും ഏതൊരു വർക്കായാലും നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ലാഭം കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് ഉപകരിക്കുകയുള്ളൂ.